എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് വെറും ഒരു കഥയല്ല. എല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതും പറയുന്നതും ആനകളുടെയും കടുവകളുടെയും പുലികളുടെയും എല്ലാം കഥയായിരിക്കും അല്ലേ? അതിനെ പിടിക്കുവാൻ വരുന്ന ദൈവതുല്യരായ ഒരു ഹീറോയും ആ കഥയിലുണ്ടായിരിക്കും അല്ലേ? കെന്നറ്റ് ആൻഡേഴ്സനെ പോലെയോ, അല്ലെങ്കിൽ ജിം കോർബറ്റിനെ പോലെയോ, അല്ലെങ്കിൽ മെർലിൻ സ്മിത്തിനെ പോലെയോ, ആനമല തമ്പിയെ പോലെയോ, അങ്ങനെ പലരും ആ കഥയിലേക്ക് കടന്നു വരാറുണ്ടല്ലേ? എന്നാൽ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് 2019 നടന്ന ഒരു കഥയാണ്. ഒരു ആനവേട്ടയുടെ കഥയാണ്. അവിടുത്തെ ആളുകൾ ആനയെ വിളിച്ചുകൊണ്ടിരുന്നത് ലാദൻ എന്നാണ്. ബില്ലാദൻ എന്ന പേരിൽ നിന്നും ഇൻസ്പയർ ആയാണ് ആനയ്ക്ക് ലാദൻ എന്ന പേര് നൽകിയത്. ഈ കഥ പൂർണ്ണമായി കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ ആനയ്ക്ക് ലാദൻ എന്ന പേര് കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിക്രൂരനായ ഒരു റോഗ് എലിഫൻറ്റിൻ്റെ കഥയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. അതിനെ പിടിക്കുവാൻ വന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമാണ്. നമ്മുടെ കഥ ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുവാൻ മറന്നു പോകുന്നുണ്ട്. ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം. പിന്നെ ഹൈപ്പ് ചെയ്യുന്നവർക്ക് ഹൈപ്പും ചെയ്യാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുവാൻ പോകുന്നത് വനത്തിൻ്റെ നടുവിലേക്കല്ല, മറിച്ച് ഒരു ഗ്രാമത്തിലേക്കാണ്. ആസാമിലെ ഗോൾപാറ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുവാൻ പോകുന്നത്. അവിടെ ജീവിച്ചിരിക്കുന്ന ഗ്രാമീണരോട് ആ പേര് പറയുകയാണെങ്കിൽ ഇന്നും അവിടുത്തെ മനുഷ്യർ ഒന്ന് ഭയക്കും, ഒന്ന് വിറയ്ക്കും. അതൊരു കൊമ്പനാനയാണ്. നമ്മളിന്ന് പറയുന്നത് ആ കൊമ്പനാനയുടെ കഥയാണ്. അവൻ്റെ പേരാണ് ലാദൻ. ഇത് വെറുമൊരു പേരല്ല. ഗോൾപാറയിലെ പാവം കർഷകരുടെ ഉള്ളിലേക്ക് ഒരു മിന്നൽ പിണർപ്പ് പായിക്കുവാനും അവരുടെ കൈകാലുകളെ പോലും അറിയാതെ വിറപ്പിക്കുവാനും തക്ക ശേഷിയുള്ള ഒരു പേരാണ്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഒസാമ ബില്ലാദൻ എന്ന പേരായിരിക്കുമല്ലേ? എന്നാൽ ഇത് അതല്ല. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വളർന്ന ചോരയും നീരും കരുത്തുമുള്ള ഒരു ആസാമിലെ കൊമ്പനാനയാണിത്, കാട്ടാന. പക്ഷേ അവൻ കാട്ടിൽ വിതച്ചത് ക്രൂരതയും അവൻ ബാക്കി വെച്ചത് മണ്ണിൻ്റെ ഘോഷയാത്രയുമായിരുന്നു. ഇത് കണ്ടപ്പോൾ വനപാലകർക്കും നാട്ടുകാർക്കും അവനെ വിളിക്കാൻ മറ്റൊരു പേര് കിട്ടിയില്ല. അങ്ങനെ അവർ അവന് നൽകിയ പേരാണ് ലാദൻ. അവനെ ഒന്ന് തളയ്ക്കാൻ, ഒന്ന് പിടിച്ചു കെട്ടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ മുഴുവൻ സേനയെയും കാട്ടിലേക്ക് അയച്ചു. അത്യാധുനിക സന്നാഹങ്ങളും തോക്കുകളും ഒക്കെ ഉണ്ടായിട്ടും അവർ ഏകദേശം 1 വർഷക്കാലം ആ കാടിനുള്ളിൽ അലഞ്ഞു നടന്നിട്ടും ആ കാട്ടിൽ മറഞ്ഞിരിക്കുന്ന ആ ഭീകരൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ഗോൾപാറ എന്ന ഈ ഗ്രാമത്തിൽ ഈ കാട്ടാന ഇറങ്ങുന്നതിന് മുന്നേയുള്ള അവരുടെ ദിവസങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലെങ്കിൽ ആ ദിവസങ്ങളിലേക്ക് നമുക്ക് പോകാം. എത്ര ശാന്തമായിരുന്നു അവിടുത്തെ ജീവിതം. പകൽ മുഴുവൻ അവിടുത്തെ ആളുകൾ പാടത്ത് പണിയെടുക്കും. വൈകുന്നേരമാകുമ്പോഴേക്കും ക്ഷീണിച്ച് തളർന്നു വരുന്ന അവർ അവരുടെ വീട്ടുമുറ്റത്ത് അങ്ങനെ ഇരിക്കും. ഓരോ കാര്യങ്ങൾ പറയും. വൈകുന്നേരമാകുമ്പോഴേക്കും അടുക്കളയിൽ നിന്നും ചപ്പാത്തി ചുട്ടെടുക്കുന്നതിൻ്റെ ഗന്ധം ആ വായുവിൽ അങ്ങനെ പടരും. അവരുടെ വീടുകളിലെ മൺചുമരുകളിൽ തട്ടുന്ന ആ പുകയുടെ മണം പോലും ഒരു പ്രത്യേക സുഖമായിരുന്നു അവിടെ നൽകിയിരുന്നത്. മുറ്റത്ത് കുട്ടികൾ ആവേശത്തോടെ ക്രിക്കറ്റ് കളിക്കുന്നു. അവരുടെ ചിരിയും ബഹളവും ആ കൊച്ചു ഗ്രാമത്തെ എത്ര സജീവമാക്കി നിർത്തിയിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത്രയും ശാന്തവും സമാധാനവുമായി കഴിഞ്ഞിരുന്ന ആ ഗ്രാമത്തിൻ്റെ ശാന്തിയും സമാധാനവുമാണ് ഒരു രാത്രി കൊണ്ട് എന്നേക്കുമായി ഇല്ലാതായത്. കാടിൻ്റെ അഗാധമായ ഇരുട്ടിനുള്ളിൽ നിന്നും ഒരു വന്യമായ നിഴൽ പതുക്കെ പുറത്തേക്ക് നീങ്ങി. കൂറ്റൻ ശരീരം, ആകാശം മുട്ട നിൽക്കുന്ന രൂപം, ഒരു ഭീമാകാരനായ കൊമ്പനാന. അവൻ പതുക്കെ, വളരെ പതുക്കെ ആ ചെറിയ മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് നടന്നു.
ഗ്രാമത്തിലെ ആളുകൾ ശാന്തമായി ഉറങ്ങുകയാണ്. അവിടെ കനത്ത നിശബ്ദത മാത്രം. പക്ഷേ ആ നിശബ്ദതയിൽ ആൽമരത്തിൻ്റെ ഇലകൾ തമ്മിൽ കൂട്ടിയൊരുസുമ്പോഴുണ്ടാകുന്ന ഒരു മർമ്മര ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം മാത്രം അവിടെ കേൾക്കാം. എന്നാൽ ആ ഗ്രാമത്തിലേക്ക് അവൻ വരുന്നത് ആരും അറിഞ്ഞില്ല. പിന്നെ കേട്ടത് ഭയാനകമായ ഒരു ശബ്ദമാണ്. കാതടപ്പിക്കുന്ന ഒരു പൊട്ടിത്തെറി പോലെയുള്ള ഒരു ശബ്ദം. ഒരു വീട് തകർന്നു വീഴുന്ന ശബ്ദമായിരുന്നു അത്. കഷ്ടപ്പെട്ട് പണിതുയർത്തിയ ആ മൺവീട് നിമിഷ നേരം കൊണ്ട് വെറും മൺകൂനയായി മാറി. മണ്ണും പൊടിയും വായുവിലേക്ക് ഉയർന്നു. ആളുകൾ നിലവിളിച്ച് ഭയപ്പാടോടെ പുറത്തേക്ക് ഇറങ്ങിയോടി. അപ്പോഴാണ് അവർ ആദ്യമായി ആ കാഴ്ച കണ്ടത്. നിലാവെളിച്ചത്തിൽ തിളങ്ങുന്ന ആ വലിയ കൊമ്പുകൾ, തീജ്വാല പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ, അടങ്ങാത്ത ദേഷ്യമുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു. ആളുകൾ കാണുമ്പോൾ ഒരു പർവ്വതം കണക്കെ അവനവിടെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ കൊമ്പൻ അവിടെ ഒന്നും ബാക്കി വെച്ചില്ല. വീടിന് ചുറ്റുമുള്ള വേലികൾ അവൻ ചവിട്ടി മെതിച്ചു. കർഷകർ കരുതി വച്ചിരുന്ന ധാന്യങ്ങൾ തൻ്റെ കൊമ്പുകൾ കൊണ്ട് കുത്തിക്കീറി. അവിടെ ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ ഒരു വശം മുഴുവൻ അവൻ ചവിട്ടി തകർത്തു. എന്നാൽ അവൻ അവിടെ നിന്നും കവർന്നെടുത്തുകൊണ്ടു പോയത് വെറും ധാന്യങ്ങൾ മാത്രമായിരുന്നില്ല. ആ ഗ്രാമത്തിലെ ഓരോ മനുഷ്യരുടെയും ഉറക്കവും സമാധാനവുമായിരുന്നു. അവിടെ തകർന്നു കിടന്ന വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലും പൊടിയിലും മണ്ണിലും പുരണ്ട ആ രാത്രി ഗോൾപാറയിലെ മനുഷ്യർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നേരം വെളുത്തപ്പോൾ അവർ കണ്ടത് തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം വെറും മണ്ണായി കിടക്കുന്നതാണ്. പക്ഷേ അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നുവെന്ന് ആ പാവങ്ങൾ അറിഞ്ഞില്ല. ഇതായിരുന്നു ആ കൊമ്പനാനയുടെ ആദ്യത്തെ വരവ്. അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീടുള്ള മാസങ്ങൾ ഗോൾപാറയ്ക്ക് മരണത്തിൻ്റെ ദിനങ്ങളായിരുന്നു സമ്മാനിച്ചു കൊണ്ടിരുന്നത്. ഒരു തവണ വന്നാൽ പിന്നെ വരാത്ത മൃഗങ്ങളെപ്പോലെ ആയിരുന്നില്ല അവൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. ഓരോ വരവിലും അവൻ കൂടുതൽ ക്രൂരനായി മാറി. കാടിൻ്റെ അരികിലുള്ള വീടുകളിൽ ഉറങ്ങാൻ കിടക്കുന്നവർ പേടിയോടെയാണ് കിടക്കുന്നത്. അവർ കിടക്കുന്നതിന് മുന്നേ പരസ്പരം നോക്കും. എന്നിട്ട് പതുക്കെ പെറുപെറുക്കും, ഇന്ന് അവൻ വരുമോ? ഈ ചോദ്യമായിരിക്കും എല്ലാവർക്കും ചോദിക്കാനുണ്ടാകുക. വായുവിൽ ഈർപ്പമുള്ള ആ കാറ്റ് വീശുമ്പോൾ, മരച്ചില്ലകൾ ഉരസുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവിടുത്തെ ആളുകളുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നും. ലാദനെന്ന് അവിടുത്തെ ആളുകൾ വിളിക്കുന്ന ആ കാട്ടാനയുണ്ടല്ലോ, ആ ക്രൂരനായ ആന, സാധാരണ ആനകളെ പോലെയല്ല പെരുമാറുന്നതെന്ന് അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞു. കാടിന് ചില നിയമങ്ങളുണ്ട്, ആനകൾക്ക് ചില ചിട്ടകളുമുണ്ട്. പക്ഷേ ഇവൻ അതൊന്നും പാലിക്കുന്നില്ല. ഇവനൊരു സാധാരണ ആനയല്ല. കാടിൻ്റെ നിയമങ്ങളൊന്നും ഇവന് ബാധകവുമല്ല. ഇതൊക്കെ അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ തമ്മിൽ അടക്കം പറയാൻ തുടങ്ങി. അവന് ഇരുട്ട് വലിയ ഇഷ്ടമാണ്. എല്ലാവരും ഉറങ്ങുന്ന ആ നിശബ്ദതയിൽ ഒരു വലിയ കരിമ്പാറ ഉരുണ്ടു വരുന്നത് പോലെ അവൻ ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരും. എല്ലാം തകർത്ത് തരിപ്പണമാക്കി ടപ്പേ എന്ന് പറഞ്ഞ് അവൻ മടങ്ങുകയും ചെയ്യും. ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു ചായക്കടയിലിരുന്ന് ഒരാൾ തമാശയ്ക്ക് വെറുതെ പറഞ്ഞതാണ്, ഇവൻ വരുന്നത് ഒസാമ ബിൻ പോലെയാണ്. വരും, തകർക്കും, എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കും, സ്ഥലം വിടും. ആ തമാശയിൽ നിന്നുമാണ് അവന് ആ പേര് വീണത്, ലാദൻ ദി എലിഫൻറ്റ്. ലാദൻ വെറുമൊരു പേരല്ല, മരണത്തിൻ്റെ പര്യായമായി മാറി. 2016 മുതൽ 2019 വരെ നീണ്ടു നിൽക്കുന്ന 3 വർഷം ഗോൾപാറയ്ക്ക് നരകതുല്യമായിരുന്നു. 50-ലധികം ആളുകളുടെ ജീവനാണ് ആ കൊമ്പൻ തൻ്റെ കാലിനടിയിലിട്ട് ചവിട്ടി അരച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 50 പേർ. ചിലരെ അവൻ കൊന്നുകളഞ്ഞത് രാത്രിയിൽ വീട്ടിൽ കടന്നുറങ്ങിക്കിടക്കുമ്പോഴാണ്. വീട് തകർത്ത് അവൻ തുമ്പിക്കൈ കൊണ്ട് അവരെ ചുരുട്ടിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയും. പിന്നെ ചിലർ ആ ഭീകരരൂപം കണ്ട ഞെട്ടലിൽ ഹൃദയം പൊട്ടിമരിച്ചു. അവൻ്റെ ഒരു ചവിട്ട് മതിയായിരുന്നു ഒരു മനുഷ്യൻ്റെ കഥ തീരാൻ. അതൊരു ആനയല്ല, സാക്ഷാൽ യമരാജനാണെന്ന് ഗ്രാമവാസികൾ വിളിച്ചു പറഞ്ഞു. പേടിച്ചു വിറച്ച് അവർ വീടുകളിൽ അലാറങ്ങൾ വെച്ചു. പക്ഷേ ലാദന് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. രാത്രിയാകുമ്പോഴേക്കും ഗോൾപാറ എന്ന ഗ്രാമം ലക്ഷ്യമാക്കി വനത്തിൽ നിന്നും ആന പുറത്തേക്കെത്തും. ഗ്രാമത്തിൻ്റെ സമീപത്തെത്തുമ്പോൾ തന്നെ അവൻ ഉച്ചത്തിൽ അവൻ ചിഹ്നം വിളിക്കും. ഗ്രാമത്തിലെ ആളുകൾ അത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ വീടും പറമ്പുമെല്ലാം ഉപേക്ഷിച്ച്
എവിടേക്കെന്നില്ലാതെ പരക്കം പാഞ്ഞുകൂടും. എന്തിനേറെ പറയണം, കുട്ടികൾ സ്കൂളുകളിൽ പോകാൻ പോലും ഭയന്നിരുന്നു. ആ ഗ്രാമത്തിലെ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ വീടിനുള്ളിൽ തന്നെ സുരക്ഷിതമായി പാർപ്പിച്ചു. പുറത്ത് കളിക്കുവാൻ പോലും പോകുവാൻ അവർക്ക് അവകാശം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പതിയെ പതിയെ ഓരോ സ്കൂളുകളായി പൂട്ടുവാൻ തുടങ്ങി. ഗോൾപ്പാറ എന്ന അതിമനോഹരമായ ആ ഗ്രാമമുണ്ടല്ലോ, ഒരു പ്രേതഭൂമി പോലെയായി മാറി. ആ സമയത്താണ് ഈ ഭീകരനെ തളയ്ക്കുവാൻ വനംവകുപ്പ് ആയുധങ്ങളുമായി തങ്ങളുടെ സേനയെ കാട്ടിലേക്ക് ഇറക്കിവിടുന്നത്. വനപാലകർ തങ്ങളുടെ ഭാരമേറിയ മയക്കുമെടിത്തോക്കുകളുമായി ആ കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ ഭയം ഒരു തണുപ്പായി അരിച്ചു കയറുന്നുണ്ടായിരുന്നു. ഓരോ ചുവട് വെച്ച് അവർ മുന്നിലേക്ക് നടക്കുമ്പോഴും അവരുടെ കാലിനടിയിൽപ്പെട്ട് ഓരോ ഉണങ്ങിയിലകൾ പൊട്ടിത്തകരുമ്പോഴും അതിൻ്റെ ശബ്ദം ഒരു ഇടിനാദം പോലെയാണ് അവരുടെ ചെവിക്കുള്ളിലേക്ക് കയറിയത്. അവരുടെ ഹൃദയമിടിപ്പ് പോലും വളരെ വ്യക്തമായി അവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ വനം അത്രയ്ക്കും നിശബ്ദതയിലാണ്. കാടിൻ്റെ ഉള്ളിലെ ഈർപ്പവും വിയർപ്പും കലർന്ന ആ മണം അവരെ ശ്വാസം മുട്ടിച്ചു. എങ്കിലും ഇതൊന്നും കണക്കാക്കാതെ അവർ മുന്നിലേക്ക് തന്നെ നടന്നു നീങ്ങി. അവരുടെ ലക്ഷ്യം ലാദൻ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം ലാദനെ അന്വേഷിച്ചുകൊണ്ട് അവർ വനത്തിനുള്ളിലൂടെ നടന്നു നീങ്ങി. അങ്ങനെ അവർ മുന്നിലേക്ക് നടന്നു നീങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ലാദനെ അവർ വനത്തിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ടത്. അതും മയക്കുവെടി വെക്കാൻ പാകത്തിന് തന്നെയായിരുന്നു അവൻ അവിടെ നിന്നിരുന്നത്. ട്രയാങ്കുലൈസർ തയ്യാറാക്കി ഉന്നം പിടിക്കാൻ തുടങ്ങിയപ്പോൾ അവനൊരു മരത്തിൻ്റെ പിന്നിലേക്ക് മാറി. ചില്ലകൾക്കിടയിലൂടെ അയാൾ ആനയുടെ നേരെ ഉന്നം വെച്ചു. ട്രിഗർ അമർത്തി. എന്നാൽ ആ മയക്കുവെടി പാഞ്ഞുപോയി തട്ടിയത് ആ ഇടതൂർന്ന ചില്ലകളുള്ള ആ മരത്തിലായിരുന്നു. അങ്ങനെ ആ മയക്കുവെടിയും പാഴായി. പെട്ടെന്ന് തന്നെയാണ് ആ ലാദൻ അവിടെ നിന്നും അപ്രത്യക്ഷമായത്. അവൻ വനത്തിനുള്ളിലേക്ക് കടന്നുപോയി. പിന്നീട് അവനെ കണ്ടില്ല. വനപാലകരിൽ ഒരാൾ പറഞ്ഞു, ഇവനെ പിടിക്കുക എന്നത് അസാധ്യമാണ് സാറേ. ഇവൻ നമ്മളെ കാണുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇവനെ കാണാൻ പറ്റുന്നില്ല. മേലുദ്യോഗസ്ഥനോട് അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞതാണിത്. കാടിൻ്റെ മുക്കിലും മൂലയിലും അവർ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ആകാശത്ത് ഡ്രോണുകൾ വട്ടമിട്ട് പറന്നു. പക്ഷേ ലാദൻ ഒരു മാന്ത്രികനെ പോലെ അപ്രത്യക്ഷനായിക്കൊണ്ടേയിരുന്നു. ആ കൊലയാനയ്ക്ക് അവൻ നിൽക്കുന്ന ആ കാടിൻ്റെ ഭൂപ്രകൃതി ഉണ്ടല്ലോ, അത് തൻ്റെ വിരൽത്തുമ്പ് പോലെ അറിയാൻ കഴിയുമായിരുന്നു. അതിനാൽ തന്നെ ആനയെ തിരയുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യവുമായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും തോന്നിയത് തങ്ങൾ തിരയുന്നത് ഒരു ആനയല്ല, മറിച്ച് ഒരു പ്രേതത്തെ തന്നെയാണെന്നാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മരണസംഖ്യ 30 കടന്നതോടെ നാടാകെ ഇളകി മറിഞ്ഞു. TV ചാനലുകൾ രാപ്പകൽ ലാദനെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രം പ്രസിദ്ധീകരിച്ചു. സർക്കാരിനെ മുട്ടുകുത്തിച്ച കൊമ്പൻ, കാട്ടിൽ നിന്നും വന്ന മരണം എന്നിങ്ങനെ പല തലക്കെട്ടുകളും കൊടുത്ത് ആ വാർത്തയെ അവർ പൊരിപ്പിച്ച് നിർത്തി. രാഷ്ട്രീയക്കാർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇരച്ചു കയറി. ഒന്നുകിൽ ലാദനെ പിടിക്കുക, അല്ലെങ്കിൽ രാജിവെക്കുക എന്ന മുദ്രാവാക്യമായിരുന്നു അവർ അവിടെ ഉയർത്തിയത്. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും ലാദൻ മറ്റൊരു കൊടുങ്ക്രൂരതയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. അന്ന് ആ രാത്രി ഗോൾപാറയിലെ ഒരു ചെറിയ വീടിന് പുറത്ത് കാറ്റ് നല്ലപോലെ വീശി. മരങ്ങൾ ആടി ഉലയുന്ന ശബ്ദം വീടിനുള്ളിൽ കിടന്നിരുന്ന ആ അമ്മയ്ക്ക് നല്ലപോലെ കേൾക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും അതൊന്നും അവർ കാര്യമാക്കാതെ തൻ്റെ 5 വയസ്സുള്ള മകനെ നെഞ്ചോട് ചേർത്ത് അവർ ഉറക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ ശബ്ദം അവർ കേട്ടത്. ഒരു ഇടിനാദത്തിൻ്റെ ശബ്ദം. അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് നിലത്തേക്ക് വീഴുന്ന ശബ്ദവും. പിന്നെ അവിടെ മുഴുവൻ വ്യാപിച്ചത് പൊടിയും പുകയും മാത്രമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പൊടിയും പുകയും നിറഞ്ഞ അവരുടെ ആ മുറിക്കുള്ളിലേക്ക്, അതായത് ആ അമ്മയും മകനും ഇരുന്നിരുന്ന ആ മുറിക്കുള്ളിലേക്ക് ലാദൻ്റെ തുമ്പിക്കൈ പതിയെ നീണ്ടു വന്നത്. അതോടെ അവർ ഭയന്നു. അവർ നിലവിളിച്ചുകൊണ്ട് തൻ്റെ മകനെയും വാരിയെടുത്തുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി. മരണത്തെയാണ് അവർ മുഖാമുഖം കണ്ടത്. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അവർ ഓടുമ്പോൾ കാറ്റിൻ്റെ വേഗതയിൽ ഒരു വലിയ മരം അവരുടെ മുന്നിലേക്ക് കടപുഴകി വീണു. അമ്മയുടെ കാൽ ആ മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ കുടുങ്ങിപ്പോയി. അവർ സർവ്വശക്തിയുമെടുത്ത് ആ കാലുകൾ വലിച്ചെടുക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവരെ കൊണ്ട് അത് കഴിഞ്ഞില്ല. ആ നിമിഷം തന്നെയാണ് അവരുടെ പിന്നിൽ ആ ഭീകരൻ്റെ ചിഹ്നം വിളി ഉയർന്നു കേട്ടത്. അതെ, അവർക്ക് തൊട്ടു പിന്നിലായി അല്പം മാറി ലാദൻ നിൽക്കുന്നു. മരണം ഏതു നിമിഷവും അവരെ കാർന്നെടുക്കും. തൻ്റെ മരണം ഉറപ്പിച്ച ആ സ്ത്രീ തൻ്റെ പൊന്നോമനയായ തൻ്റെ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും സംരക്ഷിക്കണം എന്ന് കരുതി
തൻ്റെ മകനോട് പറഞ്ഞു അടുത്തുണ്ടായിരുന്ന ആ കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് പോയി മറയുവാൻ. 5 വയസ്സ് മാത്രമുള്ള ആ കുഞ്ഞ് അതിനാദ്യം വിസമ്മതം നൽകിയെങ്കിലും അമ്മയുടെ വാക്കുകൾ കേൾക്കുവാൻ അവന് കഴിഞ്ഞില്ല. ആ കുട്ടി ആ വീണ് കിടന്ന മരത്തിൻ്റെ അരികിലുണ്ടായിരുന്ന ആ കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് പോയി പതുങ്ങിയിരുന്നു. അപ്പോഴാണ് തൻ്റെ അമ്മയെ ആ ബാലൻ അവസാനമായി കാണുന്നത്. മകനെ അവസാനത്തെ നോട്ടവും നോക്കി ഒന്ന് നിവർന്നു നിന്ന സമയം ലാതൻ ഒരു കരിമ്പാറ കണക്കെ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. അവൻ്റെ വലിയ പാദങ്ങൾ ആ അമ്മയുടെ നേർക്ക് അവൻ ഉയർത്തി പതിയെ അവരെ മണ്ണോട് ചവിട്ടിച്ചേർത്തു. ആ കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരുന്ന 5 വയസ്സുകാരൻ തൻ്റെ അമ്മയുടെ അവസാന നിലവിളി കേട്ടു. കാടിൻ്റെ ഭീകരമായ ശബ്ദത്തിൽ ആ ശബ്ദം പ്രതിധ്വനിച്ചു. ലാതൻ്റെ കൂറ്റൻ പാദങ്ങൾ അവൻ്റെ അമ്മയുടെ ശരീരവുമായി മണ്ണിലേക്ക് അമർന്ന ശബ്ദവും അവരുടെ എല്ലുകൾ ഒടിഞ്ഞു ഞുറുങ്ങുമ്പോഴുണ്ടാകുന്ന ആ ഭയാനകമായ ശബ്ദവുമെല്ലാം ഇന്നും 5 വയസ്സുകാരൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടാകണം. 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിന് എങ്ങനെ തൻ്റെ അമ്മയെ ആ പടുകൂറ്റൻ ആനയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാനാകും? എങ്കിലും കുറ്റബോധത്തോടെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ആ ഇരുട്ടിൽ ആ കുറ്റിക്കാടിനുള്ളിൽ അവൻ മറഞ്ഞിരുന്നു. സമയം മുന്നിലേക്ക് നീങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും സംഭവം നടന്ന സ്ഥലത്തു നിന്നും ലാതൻ പതുക്കെ നടന്ന് നീങ്ങി. അവൻ്റെ ഭാരമേറിയ ഓരോ ചവിട്ടുകളും മണ്ണിൽ പതിയുമ്പോൾ മണ്ണ് നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാതൻ അവിടെ നിന്നും നടന്നകന്നു. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഉള്ളിലെ വിറയൽ അപ്പോഴും മാറിയിട്ടില്ലായിരുന്നു. ഈ ഒരു സംഭവം ഗോൾപാറയെ മാത്രമല്ല രാജ്യം മുഴുവൻ നടുക്കി. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതുമാത്രമായിരുന്നു: എങ്ങനെയാണ് ഈ ആന ഇത്രയും ക്രൂരനായ കൊലയാളിയായി മാറിയത്? കാടിനെ സ്നേഹിക്കുന്ന വിദഗ്ധരായ കുറച്ച് ആളുകൾ ഇതിന് പിന്നിലെ കാരണങ്ങൾ തേടിയിറങ്ങി. അവർ നിരത്തിയ കാരണങ്ങൾ ഇവയെല്ലാമായിരുന്നു: അവൻ വെറും ഒരു വന്യമൃഗമല്ല, മറിച്ച് ഒരു മെച്ചുറായ ടസ്കറാണ്. അവൻ്റെ ആനക്കൂട്ടത്തെ അവന് നഷ്ടപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അവൻ സ്നേഹിച്ച ആ കാട് മനുഷ്യൻ വെട്ടിത്തെളിച്ചപ്പോൾ അവന് ഭ്രാന്ത് പിടിച്ചതാകാം. നമ്മൾ അവൻ്റെ കാട്ടിൽ വീട് വെച്ചപ്പോൾ അവൻ നമ്മുടെ വീടുകൾ തകർക്കാൻ തുടങ്ങി. ഇവയെല്ലാം ഒരു വേദനയോടെയാണ് പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയത്. അവസാനം അവർ ഇതുകൂടി പറഞ്ഞു ചേർത്തു: കാടിൻ്റെ മക്കളെ, കാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത മനുഷ്യരോടുള്ള കാടിൻ്റെ ഒരു മറുപടിയാണ് ലാതനെന്ന്. അങ്ങനെയിരിക്കെ 2019 സ്ഥിതിഗതികൾ ആകെ കൈവിട്ടു പോയി. വൈൽഡ് ലൈഫ് വാർഡൻ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ആ മുറിയിൽ കനത്ത നിശബ്ദതയായിരുന്നു. സിഗരറ്റ് പുകയും കോഫിയുടെ മണവും ആ മുറിക്കുള്ളിൽ നിറഞ്ഞു നിന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വന്യജീവി വിദഗ്ധരും തല പുകച്ച് ആലോചിച്ചു. അവർ ആലോചിച്ചത് ഇത് മാത്രമായിരുന്നു: ഈ ഭീകരനെ ഇനി എങ്ങനെ തളയ്ക്കും? വെടിവെച്ച് കൊല്ലണോ, അതോ ജീവനോടെ പിടിക്കണോ? അങ്ങനെ ഒടുവിൽ അവർ കൂടിച്ചേർത്ത് ഒരാലോചനയെടുത്തു: അവനെ ജീവനോടെ തന്നെ പിടിക്കാം. അവനെ കാസിരിയിലേക്കോ അല്ലെങ്കിൽ മാനസ നാഷണൽ പാർക്കിലേക്കോ മാറ്റാം. അങ്ങനെ ആ ആനയെ ജീവനോട് പിടിക്കുവാൻ വേണ്ടി ഒരു വലിയ സൈന്യത്തെ തന്നെ അവർ സജ്ജമാക്കി. അവർ ആ മിഷന് ഒരു പേര് നൽകി: ഓപ്പറേഷൻ ലാതൻ. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആനകളെ തളയ്ക്കാൻ മിടുക്കരായ ആളുകളെത്തി. പക്ഷേ ലാതനെ നേരിടാൻ സാധാരണ ആനകൾ പോരായിരുന്നു. അങ്ങനെ അവർ ആ നിയോഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് 2 ഇതിഹാസങ്ങളായ ആനകളെയാണ്. ഒന്നിൻ്റെ പേര് വിക്രമെന്നും മറ്റേതിൻ്റെ പേര് മുത്തുവെന്നുമാണ്. അവർ വെറും ഒരു ആനകളല്ല, കുങ്കി ആനകളാണ്. വന്യമൃഗങ്ങളെ നേരിടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച പോരാളികളാണ് ഇവ. വിക്രം അക്രമാസക്തനായ ഒരു ഗുണ്ടയെ പോലെയാണ്. ഏതാനയും അവൻ ഇടിച്ചു വീഴ്ത്തും. എന്നാൽ മുത്തുവാകട്ടെ കാടിൻ്റെ ഭൂപ്രകൃതി നന്നായി അറിയാവുന്നവൻ, ഒരു തന്ത്രശാലി. അന്നത്തെ ആ രാത്രി കുങ്കി ആനകളുടെ പാപ്പാന്മാർ അവരുടെ ആനകളുടെ അരികിലേക്ക് വന്നു. ആനകളുടെ ചെവിയിൽ അവർ പതുക്കെ മന്ത്രിച്ചു: ഇത്തവണ നിങ്ങൾ പരാജയപ്പെട്ടാൽ ഇനിയും കുറേ മനുഷ്യർ കൂടി ഈ ഗ്രാമത്തിൽ മരിക്കും. അതിനിനിയും ഇടവരുത്തരുത്. ഈ പോരാട്ടം നമ്മൾക്ക് ജയിച്ചേ പറ്റൂ. ഇതായിരുന്നു പാപ്പാന്മാർ ആനയുടെ ചെവികളിൽ പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഗ്രാമത്തിലെ ആളുകൾ റോഡുകൾ ഉപരോധിച്ചു തുടങ്ങിയത്. അവർക്ക് ലാതൻ്റെ മരണം കാണണമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ക്യാപ്ചർ ലാതൻ എന്ന ഹാഷ്ടാഗ് തരംഗമായി മാറുകയും ചെയ്തിരുന്നു. ഈ സമയം ഗ്രാമത്തിൻ്റെ വക്കിൽ ലാതൻ തൻ്റെ അടുത്ത ഇരയെ കാത്തിരിക്കുകയാണ്. ഇരുട്ടത്ത് പതുങ്ങിയിരിക്കുകയാണ്. വായുവിൽ മരണത്തിൻ്റെ ആ തണുപ്പ് പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്നു. കാടിൻ്റെ അഗാധമായ നിശബ്ദതയിൽ വനംവകുപ്പിൻ്റെ ആധുനിക സന്നാഹങ്ങൾ ഓരോന്നായി പരാജയപ്പെടുകയായിരുന്നു. ആകാശത്തെ ഡ്രോണുകൾ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. പക്ഷേ കാടിൻ്റെ ആ കനത്ത പച്ചപ്പിനുള്ളിലേക്ക്, ഇലകൾ തിങ്ങി നിറഞ്ഞ ആ മേലാപ്പിനുള്ളിലേക്ക്
നോക്കാൻ ആ ഡ്രോണുകളുടെ ക്യാമറകൾക്ക് കഴിയുന്നില്ല. സിഗ്നലുകളും ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. സാറേ, മരങ്ങൾക്കിടയിലൂടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേറ്റർ വിയർപ്പൊപ്പിക്കൊണ്ട് ആ ഡ്യൂട്ടി ഓഫീസറിനോട് പറഞ്ഞു. കാട് ലാദനെ തൻ്റെ ഉള്ളം കൈയിലെന്ന പോലെ ഒളിപ്പിച്ച് വെക്കുകയാണ് സാർ. അവൻ വെറുമൊരു ആനയല്ലെന്ന വനംവകുപ്പിന് പതുക്കെ ബോധ്യപ്പെട്ടു തുടങ്ങി. അവർ കാടിൻ്റെ ഉള്ളിൽ പലയിടങ്ങളിലായി CCTV ക്യാമറകൾ സ്ഥാപിച്ചു. പക്ഷേ പിറ്റേന്ന് രാവിലെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് തകർന്നടിഞ്ഞു കിടക്കുന്ന പ്ലാസ്റ്റിക് കഷ്ണങ്ങളും പൊട്ടിത്തകർന്നു കിടക്കുന്ന ചില്ല് കഷ്ണങ്ങളും മാത്രമാണ്. ലാദൻ ആ ക്യാമറകളെയെല്ലാം തിരിച്ചറിയുകയും അവൻ നശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. അവനെ ആരും നിരീക്ഷിക്കുന്നത് അവൻ ഇഷ്ടമല്ലായിരിക്കും. ഇവൻ വെറുമൊരു മൃഗമല്ല സാറേ, അവൻ കാടിനുള്ളിലെ ഒരു പ്രേതമാണ് എന്ന് പല വിദഗ്ധരും അത്ഭുതത്തോടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ലാദൻ്റെ പിണ്ഡം പരിശോധിച്ച് അവൻ നിൽക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് പോകാമെന്ന തീരുമാനത്തിൽ ആ സംഘം എത്തിച്ചേർന്നു. അങ്ങനെ ലാദൻ്റെ പിണ്ഡം കണ്ടെത്തി ആ സ്ഥലത്തെത്തുമ്പോഴേക്കും അവൻ മറ്റെവിടേക്കെങ്കിലും പോയി കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും അവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കും, അതും തികച്ചും വിപരീതമായ ദിശയിൽ. അവൻ ശരിക്കും പറഞ്ഞാൽ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയെല്ലാം കബളിപ്പിക്കുകയായിരുന്നു. അവൻ്റെ ഓരോ നീക്കവും ഒരു പട്ടാള ജനറലിനെ പോലെ കൃത്യമായിരുന്നു. അങ്ങനെ അവനെ തേടി നടക്കുന്ന ഒരു ദിവസം, ഒരു രാത്രിയിലാണ് ആ നിർണായക നിമിഷം അവർക്ക് മുന്നിലേക്ക് വന്നെത്തിച്ചേർന്നത്. ഗോൾപാറ എന്ന ഗ്രാമത്തിനരികിലുള്ള ഒരു കരിമ്പിൻ തോട്ടത്തിൽ ലാദനെ കണ്ടു എന്ന വിവരമായിരുന്നു വനംവകുപ്പിന് ലഭിച്ചത്. കരിമ്പിൻ തോട്ടങ്ങൾ കാട്ടിലുരസുന്ന ആ ക്ഷീൽക്കാര ശബ്ദമുണ്ടല്ലോ, ആ പ്രദേശത്തെ ആ തികഞ്ഞ നിശബ്ദതയെ അത് ഭംഗിച്ചു. അവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി. അവർ സർച്ച് ലൈറ്റുകൾ തെളിച്ചുകൊണ്ട് ആ കരിമ്പിൻ തോട്ടത്തിലെ ഇരുട്ടിനെ കീറി മുറിച്ചു. അങ്ങനെ അവർ ആ സർച്ച് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ആനയെങ്ങും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് അവരുടെ മുന്നിൽ 40 അടി അകലെ ആ ആനയെ അവർ കണ്ടത്. ഭീമാകാരനായ ആന അവിടെ ഉറച്ചു നിൽക്കുകയാണ്. സർച്ച് ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അവൻ്റെ കണ്ണുകൾ തീജാല പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ നിലത്ത് തൻ്റെ കാലുകൊണ്ട് ചവിട്ടി മണ്ണ് മാന്തിക്കൊണ്ടിരുന്നു. അത് വെറുമൊരു നിൽപ്പായിരുന്നില്ല, ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല. ഉദ്യോഗസ്ഥൻ്റെ, അതായത് മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവ് വന്നു. ഷൂട്ട്. ഉത്തരവ് വന്ന ഉടനെ തന്നെ ട്രയാങ്കുലർ, അതായത് മയക്കുമരുന്ന് തോക്ക് ചൂണ്ടി നിന്നവർ ആനയ്ക്ക് നേരെ കൃത്യമായി നിറയൊഴിച്ചു. ഒരു സെക്കൻഡ് പോലും വൈകാതെ ആ മയക്കുമടി കൃത്യം ആനയുടെ ശരീരത്തിൽ വന്ന് തറച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു നിമിഷം ആശ്വസിച്ചു. പക്ഷേ അവരുടെ ആശ്വാസത്തിന് നിമിഷങ്ങൾ മാത്രമായിരുന്നു ആയുസ്സുണ്ടായിരുന്നത്. ലാദൻ തൻ്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് ആ മയക്കുസൂചി ഊരിയെടുത്തു, നിലത്തിട്ട് ചവിട്ടി അരച്ചു. എന്നിട്ട് കാടിനെ വിറപ്പിച്ചുകൊണ്ട് അവനൊരു ഭീമാകാരനായ ചിഹ്നം വിളിച്ചു. അതിൽ കാട് ഒന്ന് വിറച്ചുപോയി. അവിടെ കൂടി നിന്ന ആളുകളുണ്ടല്ലോ, അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഭയന്നു. പിന്നെ അവിടെ കണ്ടത് ഒരു മരണപ്പാച്ചിലായിരുന്നു. ലാദൻ വനംവകുപ്പിൻ്റെ സംഘത്തിന് നേരെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ഒരു ചാർജ് നടത്തി. അത് ശരിക്കും ഒരു മോക്ക് ചാർജ് ആയിരുന്നില്ല, ഫുൾ ചാർജ് ആയിരുന്നു. സർച്ച് ലൈറ്റുകൾ താഴെ വീണു. ആളുകൾ ജീവനും കൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടി, ചിതറിയോടി. ആ ബഹളത്തിനിടയിൽ ഒരു പാപ്പാൻ ലാദൻ്റെ തട്ടേറ്റ് തെറിച്ചുപോയി. അയാളുടെ എല്ല് പൊട്ടുന്ന ശബ്ദമുണ്ടല്ലോ, കൂടെ ഉണ്ടായിരുന്നവർക്ക് വ്യക്തമായി കേൾക്കുവാൻ കഴിഞ്ഞു. ആ ദൗത്യം പരാജയപ്പെട്ടു. പിന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അവർ അവിടെ നിന്നും പിന്മാറി. ആ രാത്രിക്ക് ശേഷം ലാദൻ വീണ്ടും കൂടുതൽ അപകടകാരിയായി മാറുകയായിരുന്നു. വനംവകുപ്പിന് നേരെ അവൻ നടത്തിയ ആ ചാർജ് ഉണ്ടല്ലോ, അത് വെറുമൊരു ആക്രമണമായിരുന്നില്ല. അത് ആ കാടിൻ്റെ അധിപതി ആരാണെന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. തോറ്റ് പിന്മാറി ചിതറിയോടിയ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർ ഇപ്പോൾ ക്യാമ്പിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ക്യാമ്പിലിപ്പോൾ എങ്ങും ശ്മശാനമൂകമായ ശാന്തതയാണ്. ആ രാത്രിയിൽ ഒരാൾ പോലും കണ്ണടച്ചില്ല. കാരണം അവർക്കറിയാമായിരുന്നു ലാദൻ എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തുമെന്ന്, അവരുടെ ക്യാമ്പിന് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്ന്. എല്ലാവരും ഭയത്തിലായിരുന്നു. പിന്നീടുള്ള വരും ദിവസങ്ങളിൽ ലാദൻ ഒരു യുദ്ധം തന്നെയാണ് പ്രഖ്യാപിച്ചത്. പിറ്റേ ആഴ്ച അവരൊരു റേഷൻ കടയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. കടയുടമ അത് കണ്ടുകൊണ്ട് ഓടിപ്പോയി. കടയുടെ തടിവാതിലുകൾ വെറും തീപ്പെട്ടിക്കൊള്ളി പോലെയാണ് അവൻ തകർത്തെറിഞ്ഞത്. റേഷൻ കടയ്ക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന 2 വലിയ എരുമകളെ അവൻ തൻ്റെ കൂറ്റൻ കാലുകൾ ഉപയോഗിച്ച് ചവിട്ടി അരച്ചു. കാറ്റിൽ ചോരയുടെയും ചതഞ്ഞ പുല്ലിൻ്റെയും മണം കലർന്നു. അന്ന് രാത്രിയിൽ ഒരു ഫോറസ്റ്റ് ഗാർഡിനെ കാണാതായിരുന്നു. അയാളൊരു റൗൺസിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. എന്നാൽ അയാൾ ചെന്ന് പെട്ടത് ലാദൻ്റെ മുന്നിലായിരുന്നു. പിറ്റേന്ന് രാവിലെ അയാളെ കാണാത്തതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അയാളെ തപ്പിയിറങ്ങി. അയാളെ തപ്പിച്ചെന്നപ്പോൾ കാടിൻ്റെ വക്കിൽ നിന്നും അവർക്ക് കിട്ടിയത് പാതി മണ്ണിൽ പുതഞ്ഞ ഒരു ടോർച്ചായിരുന്നു. ആ ടോർച്ച് അപ്പോഴും പ്രകാശിക്കുന്നുണ്ടായിരുന്നു.
അത് ഹൃദയം നുറുക്കുന്ന വല്ലാത്ത ഒരു കാഴ്ചയായി മാറി. ആ സംഭവം അവിടുത്തെ വനമുദ്യോഗസ്ഥർക്ക് മേലുണ്ടാക്കിയ സമ്മർദ്ദം ചെറുതൊന്നുമായിരുന്നില്ല. 3 ഉദ്യോഗസ്ഥർ സമ്മർദ്ദം താങ്ങാതെ ലീവ് എടുത്ത് നാട്ടിൽ പോയി. മറ്റൊരാൾ തൻ്റെ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്നും പോയി. ഇവൻ നമ്മുടെ ഓരോ നീക്കവും പഠിക്കുകയാണ് സാറേ, ഒരു ഫോറസ്റ്റ് ഗാർഡ് വിറയലോടെ പറഞ്ഞു. ലാദൻ മനുഷ്യൻ്റെ രീതികൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. വീടുകളിൽ വെളിച്ചം കത്തുമ്പോൾ ആളുകൾ ഉണർന്നിരിക്കുകയാണെന്നും വെളിച്ചം അണയുമ്പോൾ അവർ ഉണങ്ങുകയാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലും തന്ത്രപരമായാണ്. മനുഷ്യൻ്റെ പാദമുദ്രകൾ പിന്തുടർന്ന് അവൻ ഗ്രാമത്തിനുള്ളിലേക്ക് കടക്കും. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത വിധം വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ ഇടങ്ങളിലൂടെയാണ് അവൻ അപ്രത്യക്ഷമാകുന്നത്. ഇതൊരു മൃഗത്തിൻ്റെ ബുദ്ധിയല്ല, ഒരു പടത്തലവൻ്റെ ബുദ്ധിയാണ്. ഒക്ടോബറിലെ ഒരു തണുത്ത പുലർച്ച. വായുവിൽ മൂടൽമഞ്ഞ് കനത്ത് നിൽക്കുന്ന സമയം. ഡ്രോണുകൾ ഒരു ചലനം കണ്ടെത്തി. ഉണങ്ങിയ ഒരു പുഴയുടെ തീരത്ത് വെളുത്ത മണൽപ്പരപ്പിൻ്റെ മുകളിലൂടെ ഒരു കറുത്ത നിഴൽ നീങ്ങുന്നു. വളരെ വേഗം തന്നെ വനം ഉദ്യോഗസ്ഥർ അവിടെ മാകെ വളഞ്ഞു. 3 വശത്തു നിന്നും കുങ്കിയാനകളെ അവിടേക്ക് നയിച്ചു. 2 മയക്കുമടി വിദഗ്ധർ തങ്ങളുടെ തോക്കുകൾ ലാദന് നേരെ ഉന്നം പിടിച്ചു വെച്ചു. ഇവരെ എല്ലാം കണ്ടുകൊണ്ട് ലാദൻ പെട്ടെന്ന് അവിടെ നിന്നു. അവരും ഓടിയില്ല. അവൻ ആക്രമിക്കാൻ തുനിഞ്ഞതുമില്ല. അവൻ പതുക്കെ ആ കുങ്കിയാനകൾക്ക് മുകളിലിരിക്കുന്ന പാപ്പാന്മാർക്ക് നേരെ തിരിഞ്ഞു. സെക്കൻഡുകൾ നീണ്ടുനിന്ന നിശബ്ദത. ആ നിമിഷം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഒരു പാപ്പൻ പിന്നീട് പറയുകയുണ്ടായി. ലാദൻ്റെ കണ്ണുകളിൽ അപ്പോൾ അവർ കണ്ടത് ഒരു വലിയ വേദനയോ അല്ലെങ്കിൽ ഒരു രഹസ്യമോ ആയിരുന്നു. നീ എന്നെ പിടിക്കാൻ വരണ്ട, നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ആ കണ്ണുകൾ പറയുന്നത് പോലെ ആ പാപ്പാന് തോന്നി. പിന്നെ സമയമൊന്നും കളഞ്ഞില്ല. പെട്ടെന്ന് അവൻ ആ പുഴയുടെ മണൽപ്പരപ്പിലൂടെ പതുക്കെ നടന്നു നീങ്ങുവാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ആ കനത്ത മൂടൽമഞ്ഞിലേക്കും കാടിൻ്റെ പച്ചപ്പിലേക്കും അവൻ അലിഞ്ഞു ചേർന്നു. ഒരിക്കൽ കൂടി ആ ഓപ്പറേഷൻ പരാജയപ്പെട്ടു. പക്ഷേ ആ പരാജയത്തിന് ലാദൻ നൽകിയ മറുപടി അതിഭീകരമായിരുന്നു. അവൻ നേരെ പോയത് ലക്കിപൂർ എന്ന ഗ്രാമത്തിലേക്കാണ്. ലക്കിപൂർ ഗ്രാമത്തിൽ ആ രാത്രിയിൽ കാറ്റ് പോലും വീശാൻ ഭയപ്പെടുന്നത് പോലെ തോന്നി. മരച്ചില്ലകൾ അനങ്ങിയില്ല. പക്ഷികൾ പോലും നിശബ്ദരായി. അത്രയും നിശബ്ദമായിരുന്നു ആ ഗ്രാമം. അവിടുത്തെ ആളുകൾ അവരുടെ ചെറിയ കൂരയ്ക്കുള്ളിൽ അവരുടെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സമയം. അപ്പോഴാണ് അതവിടെ അരങ്ങേറിയത്. ഒരു ഭീമാകാരമായ മരം അവിടേക്ക് കടപുഴകി വീണിരിക്കുന്നു. ആ ശബ്ദം ആ ഗ്രാമത്തെ വിറപ്പിക്കുവാൻ പോകുന്ന ഒന്നായിരുന്നു. ലക്കിപൂർ ഗ്രാമത്തിലേക്ക് ലാദൻ കടന്നു വന്നു. അവൻ വെറുതെ ആ ഗ്രാമത്തിലേക്ക് വന്നു പോകുകയല്ല ചെയ്തത്. അവൻ വന്ന പാടെ തന്നെ ആ ഗ്രാമത്തിലെ 3 വീടുകളാണ് മണ്ണോട് മണ്ണാക്കി ചേർത്തത്. വീടുകളുടെ മൺഭിത്തികൾ തകർന്ന് നിലത്തേക്ക് വീഴുന്നതും ആളുകളുടെ ഉച്ചത്തിലുള്ള നിലവിളിയും നിറഞ്ഞു നിന്നതായിരുന്നു ആ രാത്രി. അങ്ങനെ ആ ഗ്രാമത്തിൽ തകർന്നു വീണ ഒരു വീട്ടിൽ ഒരു വൃദ്ധയുണ്ടായിരുന്നു. അവർക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടുവാൻ കഴിഞ്ഞില്ല. അതിനുള്ള സമയം അവർക്ക് കിട്ടിയില്ല. കത്തുന്ന അടുപ്പിന് സമീപമായിരുന്നു അവർ ഇരുന്നിരുന്നത്. വീടിൻ്റെ മേൽക്കൂരയും ഭിത്തിയും ഇടിഞ്ഞു വീണതോടെ കത്തുന്ന ആ കണലുകൾക്കിടയിൽ അവർ കുടുങ്ങിപ്പോയി. തീയും ആ ചൂടും പുകയും ചാരവും ശ്വസിച്ചുകൊണ്ട് പ്രാണരക്ഷാർത്ഥം അവർ കൈകാലുകളിട്ടടിച്ചു. പക്ഷേ ലാദൻ്റെ അടങ്ങാത്ത ക്രോധത്തിന് മുന്നിൽ ആർക്കും അവരെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് നടന്നത് മറ്റൊരു കഥയാണ്. 8 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി തൻ്റെ അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ ഓടുകയായിരുന്നു. ഓടിക്കോ, വേഗം ഓടിക്കോ എന്ന് ആ കുട്ടിയുടെ അച്ഛൻ സർവ്വശക്തിയുമെടുത്ത് ഉച്ചത്തിൽ അലറുന്നുണ്ടായിരുന്നു. പക്ഷേ ഭയത്താൽ വിറച്ചുപോയ ആ കുഞ്ഞുണ്ടല്ലോ, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് താഴേക്ക് വീണു. അവൻ്റെ അച്ഛൻ അടുത്തേക്ക് ഓടി വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴേക്കും അവർക്ക് മുകളിലേക്ക് ലാദൻ്റെ ആ ഭീമമായ നിഴൽ വീണു കഴിഞ്ഞിരുന്നു. പിന്നെ അവർക്ക് മുന്നിൽ അവശേഷിച്ചത് വെറും സെക്കൻഡുകൾ മാത്രമാണ്. ആ അച്ഛൻ്റെ ജീവൻ്റെ പാതിയായിരുന്ന മകൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടു. ലാദൻ്റെ ഭാരമേറിയ പാദങ്ങൾ കൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെട്ടു ആ പിഞ്ചു ശരീരം. പിതാവിന് അവിടെ ഒന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. നിസ്സഹായതയോടെ അത് നോക്കി നിൽക്കുവാൻ മാത്രമാണ് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിസ്സഹായത ലക്കിപൂരിലെ മണ്ണിൽ ചോരയായി പടർന്നു. നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും സന്തോഷപൂരിതമായിരുന്ന ലക്കിപൂർ എന്ന ഗ്രാമം ശ്മശാനഭൂമി പോലെയാക്കി കഴിഞ്ഞിരുന്നു. ആ പ്രദേശം മുഴുവൻ ലാദൻ്റെ പ്രഹരത്താൽ വിറങ്ങലിച്ചു നിന്നു. ഇനിയും ഇത് വെച്ച് പൊറുപ്പിക്കുവാൻ കഴിയില്ല. ഒന്നുകിൽ അവൻ മരിക്കണം,
അല്ലെങ്കിൽ നമ്മൾ. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറച്ച തീരുമാനമെടുത്തു. അവർ കാസിരംഗയിൽ നിന്നും ഒരു എലൈറ്റ് റെസ്ക്യൂ ടീമിനെ അടിയന്തരമായി അവിടേക്ക് വിളിച്ചു വരുത്തി. ഇത്തവണ അവർ അവിടേക്ക് എത്തിയത് പഴയ തോക്കുകളായിട്ടായിരുന്നില്ല. ആകാശത്തു നിന്നും താപനില തിരിച്ചറിയുന്ന തെർമൽ ഇമേജിംഗ് അത്യാധുനിക ഡ്രോണുകളും വെപ്പണുകളും അവർക്ക് കൈവശമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സാറ്റലൈറ്റ് ഫീഡും അവർക്കായി തുറന്നു വെച്ചു. ലാദൻ ഏത് വള്ളിപ്പടർപ്പുകളുടെയിൽ ഒളിച്ചിരുന്നാലും അവൻ്റെ ശരീരത്തിലെ ചൂട് ആ ക്യാമറയിൽ കൃത്യമായി പതിയും. അവൻ എവിടെയാണെന്ന് കൃത്യമായി തിരിച്ചറിയുവാനും അവർക്ക് കഴിയുമായിരുന്നു. കുങ്കിയാനകളുടെ സേനയെ അവർ കൂടുതൽ കരുത്തരാക്കി. ഇതിൻ്റെയെല്ലാം കൂടെ തന്നെയാണ് ലക്കിപൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ഒരു വലിയ കൺട്രോൾ റൂം അവർക്കായി തുറന്നുകൊടുത്തു. ഇതോടെ ലാദൻ്റെ കഥ അതിൻ്റെ അവസാന അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. ലക്കിപൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഇപ്പോൾ വെറുമൊരു സർക്കാർ ഓഫീസല്ല, അത് യുദ്ധകാല കൺട്രോൾ റൂമാണ്. മുറിക്കുള്ളിൽ വലിയ മാപ്പുകൾ വിരിച്ചിരിക്കുന്നു. ഒരു വശത്ത് തെർമൽ ഡ്രോണുകളിൽ നിന്നും വരുന്ന തത്സമയ ദൃശ്യങ്ങൾ മോണിറ്ററിൽ മിന്നിമറയുന്നു. അതിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ പിരിമുറുക്കം കൂടി. ഇത്തവണ ഒരബദ്ധം പോലും പറ്റാൻ പാടില്ല. കാസിരംഗയിൽ നിന്നും ഏറ്റവും മിടുക്കരായ എലൈറ്റ് ട്രാക്കർമാർ അവിടെയുണ്ട്. അവരോടൊപ്പം തന്നെയാണ് വിക്രമനും മുത്തുവും എന്ന കുങ്കിയാനകളും ഉള്ളത്. അവരുടെ കാലുകളിലെ ചെങ്ങല നടക്കുമ്പോൾ ആ വനത്തിൻ്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുഴങ്ങിക്കേൾക്കാൻ കഴിയുമായിരുന്നു. അവരെ കൊല്ലരുത്, ജീവനോടെ പിടിക്കുക. അതായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ കർശനമായ നിർദ്ദേശം. അവസാനത്തെ പോരാട്ടം സമാധാനപരമാകുവാനും എന്തെങ്കിലും പരുക്ക് പറ്റിയാൽ ആളുകളെ കൊണ്ടുപോകുവാനും ആംബുലൻസുകൾ തയ്യാറാക്കി നിർത്തി. ലാദനെ പിടികൂടിയാൽ അവനെ കൊണ്ടുപോകുവാൻ പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പ് കൂടുകളുള്ള ട്രക്കുകൾ അവിടെ സജ്ജമായി നിന്നു. ആദ്യത്തെ ഒരാഴ്ചയുണ്ടല്ലോ, ലാദൻ അവരെ ശരിക്കും കബളിപ്പിച്ചു. അവനെ തപ്പിയിറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനൊരു കാട്ടുചോലയുടെ അരികിൽ നിന്ന് വെള്ളം കുടിക്കുന്നു എന്ന വിവരം അറിഞ്ഞ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പാഞ്ഞു. അവരവിടെ എത്തുമ്പോഴേക്കും ലാദൻ അവിടുന്ന് സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു. പിന്നെ ഒരിക്കൽ അവനെ പറ്റിയുള്ളൊരു റിപ്പോർട്ട് കിട്ടിയത് പഴയൊരു ഉപേക്ഷിക്കപ്പെട്ട കൽക്കരി ഫാക്ടറിയുടെ സമീപത്ത് കണ്ടെത്തിയ കാലടയാളങ്ങളിൽ നിന്നുമാണ്. ഈ വിവരം അറിഞ്ഞ് വനപാലകർ അവിടേക്ക് എത്തിയപ്പോഴേക്കും അവൻ അവിടുന്നും സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു. ഇതോടുകൂടി ഗ്രാമവാസികൾക്കിടയിൽ അപ്പോഴേക്കും ഒരു ചർച്ച നടക്കുകയുണ്ടായിരുന്നു. ഇവൻ വെറുമൊരു ആനയല്ല, കാടിൻ്റെ ദൈവമാണ്. നമ്മുടെ ഓരോ നീക്കവും അവൻ മുൻകൂട്ടി അറിയുന്നുണ്ട്. ഇതെല്ലാമായിരുന്നു അവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞത് ശരിയാണെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കും തോന്നിത്തുടങ്ങി. എങ്ങനെയാണ് ഒരു മൃഗത്തിനെ ഇത്രയും കൃത്യമായി തങ്ങളെ വെട്ടിക്കാൻ കഴിയുന്നതെന്ന് അവർക്കപ്പോഴും അത്ഭുതമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2019 നവംബർ 26 പുലർച്ചെ 4:30 ഗോൾപാറയിലെ ആ കാട് കനത്ത മൂടൽ മഞ്ഞാൽ പുതഞ്ഞു കിടന്നിരുന്ന ആ സമയം. ഈ സമയത്ത് സ്വന്തം കൈവെള്ള പോലും കാണാൻ കഴിയാത്ത അത്രയും മഞ്ഞാൽ മൂടപ്പെട്ടാണ് ആ വനപ്രദേശം കിടന്നിരുന്നത്. അന്തരീക്ഷത്തിൽ ഈർപ്പം കലർന്നിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഏതോ കാട്ടുപൂക്കളുടെ മണവും കലർന്നിരുന്നു. വിക്രമും മുത്തുവും പതുക്കെ മുന്നോട്ട് നീങ്ങി. വെറ്റിനറി ഡോക്ടർമാർ തങ്ങളുടെ മയക്കുവെടി തോക്കുകൾ മരുന്നിറച്ച് തയ്യാറാക്കി നിന്നു. അങ്ങനെ ലാദനെ തേടി ആ സംഘം മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ പെട്ടെന്നാണ് ആ കൊടും നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവരുടെ വയർലെസ് സെറ്റിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. സൈറ്റിംഗ് കൺഫേം. ലാദൻ 300 മീറ്റർ അകലെയുണ്ട്. മുളങ്കാടുകൾക്ക് അടുത്ത് അവനുണ്ട്. എല്ലാവരും ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. കാടിനുള്ളിൽ നിന്നും ലാദൻ്റെ ചിഹ്നം വിളി കേട്ടു. താഴ്ന്ന ശബ്ദത്തിലുള്ള ഒരു ഭീകരമായ ശബ്ദമായിരുന്നു അത്. ആ മുളങ്കാടുകൾക്കിടയിൽ മഞ്ഞിൻ്റെ മറവിൽ ഏകദേശം 40 അടി ദൂരെ അവൻ നിൽക്കുന്നുണ്ടെന്ന്. അവൻ നല്ലപോലെ ക്ഷീണിച്ചാണ് അവിടെ നിൽക്കുന്നത്. ക്ഷീണിതെങ്കിലും ആ പഴയ ഗാംഭീര്യം അവനിൽ ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞുകൾക്കിടയിൽ നിൽക്കുന്ന ആ കറുത്ത രൂപത്തിലേക്ക് ട്രയാങ്കുലൈസറുകൾ ഉന്നം പിടിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല, കാഞ്ചിയിന്മേൽ വിരലമർത്തി. മയക്കുവെടികൾ ആനയുടെ കട്ടിയുള്ള തൊലിയിലേക്ക് തറഞ്ഞു കയറി. ലാദൻ ഒന്ന് ഞെട്ടിവിറച്ചു. വേദനയേക്കാൾ ഉപരി തൻ്റെ ശരീരത്തിൻ്റെ അധികാരം തനിക്ക് നഷ്ടപ്പെട്ടെന്നുപോലെയുള്ള ഒരു മരവിപ്പ് പടർന്നു കയറി. പക്ഷേ അവൻ ആരെയും ആക്രമിക്കുവാൻ മുതിർന്നില്ല. പകരം അവൻ കാടിൻ്റെ ആഴങ്ങളിലേക്ക് സർവശക്തിയുമെടുത്ത് ഓടിമറഞ്ഞു. പിന്നാലെ വിക്രമും മുത്തുവും. അതൊരു സാധാരണ ഓട്ടമായിരുന്നില്ല. ഇന്ത്യൻ വന്യജീവി ചരിത്രത്തിലെ ഏറ്റവും ഉദ്യോഗജനകമായ ആ 30 മിനിറ്റുകൾ അവിടെ തുടങ്ങുകയായിരുന്നു. കാടിനുള്ളിലെ വള്ളിച്ചട്ടികൾ വകഞ്ഞു മാറ്റി അവൻ കിതച്ചുകൊണ്ട് മുന്നിലേക്ക് ഓടി. മയക്കുമരുന്ന് അവൻ്റെ ശരീരത്തിലെ രക്തത്തിലേക്ക് പടരാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു.
കണ്ണിൻ്റെ കാഴ്ച പതുക്കെ അവന് മങ്ങി തുടങ്ങിയിരിക്കണം. അവൻ്റെ കാലുകൾക്ക് പതിവിലും ഭാരം അവന് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കണം. ഓരോ ചൂട് മുന്നിലേക്ക് വെക്കുമ്പോഴും കാട് അവന് ചുറ്റും കറങ്ങുന്നത് പോലെയും അവന് അനുഭവപ്പെട്ട് കാണണം. ഇനി എത്ര ദൂരം ആ കാട്ടാനയ്ക്ക് ഓടുവാൻ കഴിയും എന്നൊക്കെ അവർക്ക് പിന്നാലെ ഓടുന്നവർ ചിന്തിച്ച് കാണണം. കുങ്കിയ ആനകൾ അവനെ വിടാതെ അവൻ്റെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുകയാണ്. വനപാലകർ ഒരു ചക്രവ്യൂഹത്തിൽ എന്ന പോലെ ആനയെ വളഞ്ഞു. ഒരു ഫോറസ്റ്റ് ഓഫീസർ വിളിച്ചു പറഞ്ഞു, അവൻ തളരുകയാണ്, ദാ ഇപ്പോൾ അവൻ വീഴും. വെറ്റിനറി ഡോക്ടർമാരും അവരുടെ ബൈനോക്കുലറുകൾ നോക്കി ആനയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരും ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാതൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ കാടിൻ്റെ ചെളി നിറഞ്ഞ ഒരു പ്രദേശം ലക്ഷ്യമാക്കിയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അവൻ്റെ കരുത്ത് പൂർണ്ണമായും ചോർന്നു പോയിരുന്നു. അവൻ്റെ കാലുകൾ ഇടറുവാൻ തുടങ്ങി. അതുപോലെ തന്നെ അവൻ്റെ കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുവാനും തുടങ്ങി. അവസാനമായി ഒരിക്കൽ കൂടി അവൻ തൻ്റെ തുമ്പിക്കൈ ആകാശത്തേക്ക് ഉയർത്തി കാടിനെ വിറപ്പിച്ചുകൊണ്ട് ഒരു ഭീമമായ ചിഹ്നം വിളി അവിടെ വിളിച്ചു. ആ ശബ്ദം ആ ഗ്രാമമാകെ പ്രതിധ്വനിച്ചു. പിന്നെ ഒരു വലിയ കരിമ്പാറ മല ഇടിഞ്ഞു വീഴുന്നത് പോലെ ലാതൻ ആ ചെളിയിലേക്ക് പതിച്ചു. അതുവരെ ആ പ്രദേശത്തെ ഭരിച്ചുകൊണ്ടിരുന്ന അധികാരി ഇപ്പോൾ പതുക്കെ കണ്ണടച്ചു. വനപാലകർ ആവേശത്തോടെ അടുത്തേക്ക് ഓടിയെത്തി. ലാതനിപ്പോൾ വീണ് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആ ശരീരത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ ഇപ്പോഴും അവർക്ക് ഭയമാണ്. ലാതൻ അവിടെ വീണ് കിടന്നപ്പോൾ ആ ഭീമമായ ഇരുമ്പ് കൂടുള്ള ആ വലിയ ട്രക്കുണ്ടല്ലോ, പതുക്കെ ആ ചെളി നിറഞ്ഞ പ്രദേശത്തേക്ക് കടന്നു വന്നു. ആ ട്രക്കിൻ്റെ എഞ്ചിനിരമ്പുന്ന ശബ്ദം ആ നിശബ്ദതയെ ഭേദിച്ചു. കാട്ടിൽ ഒരു ഭീകരമായ അന്തരീക്ഷം അതവിടെ സൃഷ്ടിച്ചു. മയങ്ങിക്കിടന്നിരുന്ന ലാതൻ്റെ ആ കൂറ്റൻ ശരീരത്തിന് ചുറ്റും വനപാലകർ ഒന്ന് നടന്നു. അവനെ ട്രക്കിലേക്ക് കയറ്റുക എന്നത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. വലിയ കപ്പികളും കയറുകളും ഉപയോഗിച്ച് ബെൽറ്റുകളും ഉപയോഗിച്ച് ജാഗ്രതയോടെയാണ് ഓരോ നീക്കവും നടത്തിയത്. ആ ഇരുമ്പ് കൂടിൻ്റെ കഥകൾ തുറക്കുമ്പോഴുണ്ടാകുന്ന ആ ഇരുമ്പിൻ്റെ ശബ്ദമുണ്ടല്ലോ, അതൊരു ജയിലിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദത്തിന് തുല്യമായിരുന്നു. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആനയെ ആ ട്രക്കിലേക്ക് കയറ്റി. ഗോൾപാറയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള കാസിരംഗൻ നാഷണൽ പാർക്കിലേക്ക് ആ ആനയെ കൊണ്ടുപോയി. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. ഒക്ടോബറിലെ ഒരു തണുത്ത പുലർച്ച. വായുവിൽ മൂടൽമഞ്ഞ് കനത്ത് നിൽക്കുന്ന സമയം. ഡ്രോണുകൾ ഒരു ചലനം കണ്ടെത്തി. ഉണങ്ങിയ ഒരു പുഴയുടെ തീരത്ത് വെളുത്ത മണൽപ്പരപ്പിൻ്റെ മുകളിലൂടെ ഒരു കറുത്ത നിഴൽ നീങ്ങുന്നു. വളരെ വേഗം തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ മാകെ വളഞ്ഞു. 3 വശത്തു നിന്നും കുങ്കിയ ആനകളെ അവിടേക്ക് നയിച്ചു. 2 മയക്കുമടി വിദഗ്ധർ തങ്ങളുടെ തോക്കുകൾ ലാതന് നേരെ ഉന്നം പിടിച്ചു വെച്ചു. ഇവരെ എല്ലാം കണ്ടുകൊണ്ട് ലാതൻ പെട്ടെന്ന് അവിടെ നിന്നു. അവരും ഓടിയില്ല. അവൻ ആക്രമിക്കാൻ തുനിഞ്ഞതുമില്ല. അവൻ പതുക്കെ ആ കുങ്കിയ ആനകൾക്ക് മുകളിലിരിക്കുന്ന പാപ്പാന്മാർക്ക് നേരെ തിരിഞ്ഞു. സെക്കൻഡുകൾ നീണ്ടുനിന്ന നിശബ്ദത. ആ നിമിഷം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഒരു പാപ്പൻ പിന്നീട് പറയുകയുണ്ടായി. ലാതൻ്റെ കണ്ണുകളിൽ അപ്പോൾ അവർ കണ്ടത് ഒരു വലിയ വേദനയോ അല്ലെങ്കിൽ ഒരു രഹസ്യമോ ആയിരുന്നു. നീ എന്നെ പിടിക്കാൻ വരണ്ട, നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ആ കണ്ണുകൾ പറയുന്നത് പോലെ ആ പാപ്പാന് തോന്നി. പിന്നെ സമയമൊന്നും കളഞ്ഞില്ല. പെട്ടെന്ന് അവൻ ആ പുഴയുടെ മണൽപ്പരപ്പിലൂടെ പതുക്കെ നടന്നു നീങ്ങുവാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ആ കനത്ത മൂടൽമഞ്ഞിലേക്കും കാടിൻ്റെ പച്ചപ്പിലേക്കും അവൻ അലിഞ്ഞു ചേർന്നു. ഒരിക്കൽ കൂടി ആ ഓപ്പറേഷൻ പരാജയപ്പെട്ടു. പക്ഷേ ആ പരാജയത്തിന് ലാതൻ നൽകിയ മറുപടി അതിഭീകരമായിരുന്നു. അവൻ നേരെ പോയത് ലക്കിപൂർ എന്ന ഗ്രാമത്തിലേക്കാണ്. ലക്കിപൂർ ഗ്രാമത്തിൽ ആ രാത്രിയിൽ കാറ്റ് പോലും വീശാൻ ഭയപ്പെടുന്നത് പോലെ തോന്നി. മരച്ചില്ലകൾ അനങ്ങിയില്ല. പക്ഷികൾ പോലും നിശബ്ദരായി. അത്രയും നിശബ്ദമായിരുന്നു ആ ഗ്രാമം. അവിടുത്തെ ആളുകൾ അവരുടെ ചെറിയ കൂരയ്ക്കുള്ളിൽ അവരുടെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സമയം. അപ്പോഴാണ് അതവിടെ അരങ്ങേറിയത്. ഒരു ഭീമാകാരമായ മരം അവിടേക്ക് കടപുഴകി വീണിരിക്കുന്നു. ആ ശബ്ദം ആ ഗ്രാമത്തെ വിറപ്പിക്കുവാൻ പോകുന്ന ഒന്നായിരുന്നു. ലക്കിപൂർ ഗ്രാമത്തിലേക്ക് ലാതൻ കടന്നു വന്നു. അവൻ വെറുതെ ആ ഗ്രാമത്തിലേക്ക് വന്നു പോകുകയല്ല ചെയ്തത്. അവൻ വന്ന പാടെ തന്നെ ആ ഗ്രാമത്തിലെ 3 വീടുകളാണ് മണ്ണോട് മണ്ണാക്കി ചേർത്തത്.
വീടുകളുടെ മൺഭിത്തികൾ തകർന്ന് നിലത്തേക്ക് വീഴുന്നതും ആളുകളുടെ ഉച്ചത്തിലുള്ള നിലവിളിയും നിറഞ്ഞു നിന്നതായിരുന്നു ആ രാത്രി. അങ്ങനെ ആ ഗ്രാമത്തിൽ തകർന്നു വീണ ഒരു വീട്ടിൽ ഒരു വൃദ്ധയുണ്ടായിരുന്നു. അവർക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടുവാൻ കഴിഞ്ഞില്ല. അതിനുള്ള സമയം അവർക്ക് കിട്ടിയില്ല. കത്തുന്ന അടുപ്പിന് സമീപമായിരുന്നു അവർ ഇരുന്നിരുന്നത്. വീടിൻ്റെ മേൽക്കൂരയും ഭിത്തിയും ഇടിഞ്ഞു വീണതോടെ കത്തുന്ന ആ കണലുകൾക്കിടയിൽ അവർ കുടുങ്ങിപ്പോയി. തീയും ആ ചൂടും പുകയും ചാരവും ശ്വസിച്ചുകൊണ്ട് പ്രാണരക്ഷാർത്ഥം അവർ കൈകാലുകൾ ഇട്ടടിച്ചു. പക്ഷേ ലാദൻ്റെ അടങ്ങാത്ത ക്രോധത്തിനു മുന്നിൽ ആർക്കും അവരെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് നടന്നത് മറ്റൊരു കഥയാണ്. 8 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി തൻ്റെ അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ ഓടുകയായിരുന്നു. ഓടിക്കോ, വേഗം ഓടിക്കോ എന്ന് ആ കുട്ടിയുടെ അച്ഛൻ സർവ്വശക്തിയുമെടുത്ത് ഉച്ചത്തിൽ അലറുന്നുണ്ടായിരുന്നു. പക്ഷേ ഭയത്താൽ വിറച്ചുപോയ ആ കുഞ്ഞുണ്ടല്ലോ, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് താഴേക്ക് വീണു. അവൻ്റെ അച്ഛൻ അടുത്തേക്ക് ഓടി വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴേക്കും അവർക്ക് മുകളിലേക്ക് ലാദൻ്റെ ആ ഭീമമായ നിഴൽ വീണു കഴിഞ്ഞിരുന്നു. പിന്നെ അവർക്ക് മുന്നിൽ അവശേഷിച്ചത് വെറും സെക്കൻഡുകൾ മാത്രമാണ്. ആ അച്ഛൻ്റെ ജീവൻ്റെ പാതിയായിരുന്ന മകൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടു. ലാദൻ്റെ ഭാരമേറിയ പാദങ്ങൾ കൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെട്ടു ആ പിഞ്ചു ശരീരം. പിതാവിന് അവിടെ ഒന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. നിസ്സഹായതയോടെ അത് നോക്കി നിൽക്കുവാൻ മാത്രമാണ് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിസ്സഹായത ലക്കിപൂരിലെ മണ്ണിൽ ചോരയായി പടർന്നു. നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും സന്തോഷപൂരിതമായിരുന്ന ലക്കിപൂർ എന്ന ഗ്രാമം ശ്മശാനഭൂമി പോലെയാക്കി കഴിഞ്ഞിരുന്നു. ആ പ്രദേശം മുഴുവൻ ലാദൻ്റെ പ്രഹരത്താൽ വിറങ്ങലിച്ചു നിന്നു. ഇനിയും ഇത് വെച്ച് പൊറുപ്പിക്കുവാൻ കഴിയില്ല. ഒന്നുകിൽ അവൻ മരിക്കണം, അല്ലെങ്കിൽ നമ്മൾ. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറച്ച തീരുമാനമെടുത്തു. അവർ കാസിരംഗയിൽ നിന്നും ഒരു എലൈറ്റ് റെസ്ക്യൂ ടീമിനെ അടിയന്തരമായി അവിടേക്ക് വിളിച്ചു വരുത്തി. ഇത്തവണ അവർ അവിടേക്ക് എത്തിയത് പഴയ തോക്കുകളായിട്ടായിരുന്നില്ല. ആകാശത്തു നിന്നും താപനില തിരിച്ചറിയുന്ന തെർമൽ ഇമേജിംഗ് അത്യാധുനിക ഡ്രോണുകളും വെപ്പണുകളും അവർക്ക് കൈവശമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സാറ്റലൈറ്റ് ഫീഡും അവർക്കായി തുറന്നു വെച്ചു. ലാദൻ ഏത് വള്ളിപ്പടർപ്പുകളിടയിൽ ഒളിച്ചിരുന്നാലും അവൻ്റെ ശരീരത്തിലെ ചൂട് ആ ക്യാമറയിൽ കൃത്യമായി പതിയും. അവൻ എവിടെയാണെന്ന് കൃത്യമായി തിരിച്ചറിയുവാനും അവർക്ക് കഴിയുമായിരുന്നു. കുങ്കിയാനകളുടെ സേനയെ അവർ കൂടുതൽ കരുത്തരാക്കി. ഇതിൻ്റെ എല്ലാം കൂടെ തന്നെയാണ് ലക്കിപൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ഒരു വലിയ കൺട്രോൾ റൂം അവർക്കായി തുറന്നുകൊടുത്തു. ഇതോടെ ലാദൻ്റെ കഥ അതിൻ്റെ അവസാന അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. ലക്കിപൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഇപ്പോൾ വെറുമൊരു സർക്കാർ ഓഫീസല്ല, അത് യുദ്ധകാല കൺട്രോൾ റൂമാണ്. മുറിക്കുള്ളിൽ വലിയ മാപ്പുകൾ വിരിച്ചിരിക്കുന്നു. ഒരു വശത്ത് തെർമൽ ഡ്രോണുകളിൽ നിന്നും വരുന്ന തത്സമയ ദൃശ്യങ്ങൾ മോണിറ്ററിൽ മിന്നിമറയുന്നു. അതിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ പിരിമുറുക്കം കൂടി. ഇത്തവണ ഒരബദ്ധം പോലും പറ്റാൻ പാടില്ല. കാസിരംഗയിൽ നിന്നും ഏറ്റവും മിടുക്കരായ എലൈറ്റ് ട്രാക്കർമാർ അവിടെയുണ്ട്. അവരോടൊപ്പം തന്നെയാണ് വിക്രമനും മുത്തുവും എന്ന കുങ്കിയാനകളും ഉള്ളത്. അവരുടെ കാലുകളിലെ ചെങ്ങല നടക്കുമ്പോൾ ആ വനത്തിൻ്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുഴങ്ങിക്കേൾക്കാൻ കഴിയുമായിരുന്നു. അവരെ കൊല്ലരുത്, ജീവനോടെ പിടിക്കുക. അതായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ കർശനമായ നിർദ്ദേശം. അവസാനത്തെ പോരാട്ടം സമാധാനപരമാകുവാനും എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ആളുകളെ കൊണ്ടുപോകുവാനും ആംബുലൻസുകൾ തയ്യാറാക്കി നിർത്തി. ലാദനെ പിടികൂടിയാൽ അവനെ കൊണ്ടുപോകുവാൻ പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പ് കൂടുകളുള്ള ട്രക്കുകൾ അവിടെ സജ്ജമായി നിന്നു. ആദ്യത്തെ ഒരാഴ്ചയുണ്ടല്ലോ, ലാദൻ അവരെ ശരിക്കും കബളിപ്പിച്ചു. അവനെ തപ്പിയിറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനൊരു കാട്ടുചോലയുടെ അരികിൽ നിന്ന് വെള്ളം കുടിക്കുന്നു എന്ന വിവരം അറിഞ്ഞ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പാഞ്ഞു. അവരവിടെ എത്തുമ്പോഴേക്കും ലാദൻ അവിടുന്ന് സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു. പിന്നെ ഒരിക്കൽ അവനെപ്പറ്റിയുള്ളൊരു റിപ്പോർട്ട് കിട്ടിയത് പഴയൊരു ഉപേക്ഷിക്കപ്പെട്ട കൽക്കരി ഫാക്ടറിയുടെ സമീപത്ത് കണ്ടെത്തിയ കാലടയാളങ്ങളിൽ നിന്നുമാണ്. ഈ വിവരം അറിഞ്ഞ് വനപാലകർ അവിടേക്ക് എത്തിയപ്പോഴേക്കും അവൻ അവിടുന്നും സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു. ഇതോടുകൂടി ഗ്രാമവാസികൾക്കിടയിൽ അപ്പോഴേക്കും ഒരു ചർച്ച നടക്കുകയുണ്ടായിരുന്നു. ഇവൻ വെറുമൊരു ആനയല്ല, കാടിൻ്റെ ദൈവമാണ്. നമ്മുടെ ഓരോ നീക്കവും അവൻ മുൻകൂട്ടി അറിയുന്നുണ്ട്. ഇതെല്ലാമായിരുന്നു അവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞത് ശരിയാണെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കും തോന്നിത്തുടങ്ങി. എങ്ങനെയാണ് ഒരു മൃഗത്തിനെ ഇത്രയും കൃത്യമായി തങ്ങളെ വെട്ടിക്കാൻ കഴിയുന്നതെന്ന് അവർക്കപ്പോഴും അത്ഭുതമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2019 നവംബർ 26 പുലർച്ചെ 4:30 ഗോൾപാറയിലെ ആ കാട്
കനത്ത മൂടൽമഞ്ഞാൽ പുതഞ്ഞു കിടന്നിരുന്ന ആ സമയം. ഈ സമയത്ത് സ്വന്തം കൈവെള്ള പോലും കാണാൻ കഴിയാത്ത അത്രയും മഞ്ഞാൽ മൂടപ്പെട്ടാണ് ആ വനപ്രദേശം കിടന്നിരുന്നത്. അന്തരീക്ഷത്തിൽ ഈർപ്പം കലർന്നിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഏതോ കാട്ടുപൂക്കളുടെ മണവും കലർന്നിരുന്നു. വിക്രമും മുത്തുവും പതുക്കെ മുന്നോട്ട് നീങ്ങി. വെറ്റിനറി ഡോക്ടർമാർ തങ്ങളുടെ മയക്കുവെടി തോക്കുകൾ മരുന്നിറച്ച് തയ്യാറാക്കി നിന്നു. അങ്ങനെ ലാദനെ തേടി ആ സംഘം മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ പെട്ടെന്നാണ് ആ കൊടും നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവരുടെ വയർലെസ് സെറ്റിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. സൈറ്റിംഗ് കൺഫേം. ലാദൻ 300 മീറ്റർ അകലെയുണ്ട്. മുളങ്കാടുകൾക്ക് അടുത്ത് അവനുണ്ട്. എല്ലാവരും ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. കാടിനുള്ളിൽ നിന്നും ലാദന്റെ ചിഹ്നം വിളി കേട്ടു. താഴ്ന്ന ശബ്ദത്തിലുള്ള ഒരു ഭീകരമായ ശബ്ദമായിരുന്നു അത്. ആ മുളങ്കാടുകൾക്കിടയിൽ മഞ്ഞിന്റെ മറവിൽ ഏകദേശം 40 അടി ദൂരെ അവൻ നിൽക്കുന്നുണ്ടെന്ന്. അവൻ നല്ലപോലെ ക്ഷീണിച്ചാണ് അവിടെ നിൽക്കുന്നത്. ക്ഷീണിതെങ്കിലും ആ പഴയ ഗാംഭീര്യം അവനിൽ ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞുകൾക്കിടയിൽ നിൽക്കുന്ന ആ കറുത്ത രൂപത്തിലേക്ക് ട്രയാങ്കുലൈസറുകൾ ഉന്നം പിടിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല കാഞ്ചിയിൽ മേൽ വിരലമർത്തി. മയക്കുവെടികൾ ആനയുടെ കട്ടിയുള്ള തൊലിയിലേക്ക് തറഞ്ഞു കയറി. ലാദൻ ഒന്ന് ഞെട്ടിവിറച്ചു. വേദനയേക്കാൾ ഉപരി തൻ്റെ ശരീരത്തിൻ്റെ അധികാരം തനിക്ക് നഷ്ടപ്പെട്ടെന്നുപോലെയുള്ള ഒരു മരവിപ്പ് പടർന്നു കയറി. പക്ഷേ അവൻ ആരെയും ആക്രമിക്കുവാൻ മുതിർന്നില്ല. പകരം അവൻ കാടിൻ്റെ ആഴങ്ങളിലേക്ക് സർവശക്തിയുമെടുത്ത് ഓടിമറഞ്ഞു. പിന്നാലെ വിക്രമും മുത്തുവും. അതൊരു സാധാരണ ഓട്ടമായിരുന്നില്ല. ഇന്ത്യൻ വന്യജീവി ചരിത്രത്തിലെ ഏറ്റവും ഉദ്യോഗജനകമായ ആ 30 മിനിറ്റുകൾ അവിടെ തുടങ്ങുകയായിരുന്നു. കാടിനുള്ളിലെ വള്ളിച്ചട്ടികൾ വകഞ്ഞു മാറ്റി അവൻ കിതച്ചുകൊണ്ട് മുന്നിലേക്ക് ഓടി. മയക്കുമരുന്ന് അവൻ്റെ ശരീരത്തിലെ രക്തത്തിലേക്ക് പടരാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കണ്ണിൻ്റെ കാഴ്ച പതുക്കെ അവന് മങ്ങി തുടങ്ങിയിരിക്കണം. അവൻ്റെ കാലുകൾക്ക് പതിവിലും ഭാരം അവന് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കണം. ഓരോ ചൂട് മുന്നിലേക്ക് വെക്കുമ്പോഴും കാട് അവന് ചുറ്റും കറങ്ങുന്നത് പോലെയും അവന് അനുഭവപ്പെട്ട് കാണണം. ഇനി എത്ര ദൂരം ആ കാട്ടാനയ്ക്ക് ഓടുവാൻ കഴിയും എന്നൊക്കെ അവർക്ക് പിന്നാലെ ഓടുന്നവർ ചിന്തിച്ച് കാണണം. കുങ്കിയാനകൾ അവനെ വിടാതെ അവൻ്റെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുകയാണ്. വനപാലകർ ഒരു ചക്രവ്യൂഹത്തിൽ എന്ന പോലെ ആനയെ വളഞ്ഞു. ഒരു ഫോറസ്റ്റ് ഓഫീസർ വിളിച്ചു പറഞ്ഞു, അവൻ തളരുകയാണ്, ദാ ഇപ്പോൾ അവൻ വീഴും. വെറ്റിനറി ഡോക്ടർമാരും അവരുടെ ബൈനോക്കുലറുകൾ നോക്കി ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാദൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ കാടിൻ്റെ ചെളി നിറഞ്ഞ ഒരു പ്രദേശം ലക്ഷ്യമാക്കിയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അവൻ്റെ കരുത്ത് പൂർണ്ണമായും ചോർന്നു പോയിരുന്നു. അവൻ്റെ കാലുകൾ ഇടറുവാൻ തുടങ്ങി. അതുപോലെ തന്നെ അവൻ്റെ കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുവാനും തുടങ്ങി. അവസാനമായി ഒരിക്കൽ കൂടി അവൻ തൻ്റെ തുമ്പിക്കൈ ആകാശത്തേക്ക് ഉയർത്തി കാടിനെ വിറപ്പിച്ചുകൊണ്ട് ഒരു ഭീമമായ ചിഹ്നം വിളി അവിടെ വിളിച്ചു. ആ ശബ്ദം ആ ഗ്രാമമാകെ പ്രതിധ്വനിച്ചു. പിന്നെ ഒരു വലിയ കരിമ്പാറ മല ഇടിഞ്ഞു വീഴുന്നത് പോലെ ലാദൻ ആ ചെളിയിലേക്ക് പതിച്ചു. അതുവരെ ആ പ്രദേശത്തെ ഭരിച്ചുകൊണ്ടിരുന്ന അധികാരി ഇപ്പോൾ പതുക്കെ കണ്ണടച്ചു. വനപാലകർ ആവേശത്തോടെ അടുത്തേക്ക് ഓടിയെത്തി. ലാദനിപ്പോൾ വീണ് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആ ശരീരത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ ഇപ്പോഴും അവർക്ക് ഭയമാണ്. ലാദൻ അവിടെ വീണ് കിടന്നപ്പോൾ ആ ഭീമമായ ഇരുമ്പ് കൂടുള്ള ആ വലിയ ട്രക്കുണ്ടല്ലോ പതുക്കെ ആ ചെളി നിറഞ്ഞ പ്രദേശത്തേക്ക് കടന്നു വന്നു. ആ ട്രക്കിൻ്റെ എഞ്ചിനിരമ്പുന്ന ശബ്ദം ആ നിശബ്ദതയെ ഭേദിച്ചു. കാട്ടിൽ ഒരു ഭീകരമായ അന്തരീക്ഷം അതവിടെ സൃഷ്ടിച്ചു. മയങ്ങിക്കിടന്നിരുന്ന ലാദൻ്റെ ആ കൂറ്റൻ ശരീരത്തിന് ചുറ്റും വനപാലകർ ഒന്ന് നടന്നു. അവനെ ട്രക്കിലേക്ക് കയറ്റുക എന്നത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. വലിയ കപ്പികളും കയറുകളും ഉപയോഗിച്ച് ബെൽറ്റുകളും ഉപയോഗിച്ച് ജാഗ്രതയോടെയാണ് ഓരോ നീക്കവും നടത്തിയത്. ആ ഇരുമ്പ് കൂടിൻ്റെ കഥകൾ തുറക്കുമ്പോഴുണ്ടാകുന്ന ആ ഇരുമ്പിൻ്റെ ശബ്ദമുണ്ടല്ലോ, അതൊരു ജയിലിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദത്തിന് തുല്യമായിരുന്നു. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആനയെ ആ ട്രക്കിലേക്ക് കയറ്റി. ഗോൾപാറയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള കാസിരംഗൻ നാഷണൽ പാർക്കിലേക്ക് ആ ആനയെ കൊണ്ടുപോയി. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.